ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് താസ് പാഷനിൽ ഒരു ഫിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഫിഷ് മസാല എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, ചപ്പാത്തിൻ്റെ കൂടെ ദോശൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് ഡിഷാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1 kg മീൻ എടുത്തിട്ടുണ്ട്. ഞാനെടുത്തിന് ആവലി മീൻ. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം. അതിനെ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് എരിവില്ലാത്ത മുളകായതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. 1 കിലോ ആയതുകൊണ്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിന് ആവശ്യമുള്ളത് തന്നെ. പിന്നെ മുളക് പൊടി നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്താൽ മതി. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഒരു ടീസ്പൂൺ ഫിഷ് മസാല. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതിനെ ഒരു ലെമൺ പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസിൽ മിക്സ് ചെയ്യാം. ഒരു ടീസ്പൂൺ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിൽ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിനെ നല്ലോണം മിക്സ് ആക്കിയിട്ട് ഫിഷിനെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു അരമണിക്കൂറെങ്കിലും ഈ ഫിഷിനെ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കണം. ഇതിൻ്റെ ആദ്യ പ്രോസസ്സ് എന്തെന്ന് വെച്ചാൽ ഫിഷിനെ ഫ്രൈ ആക്കി എടുക്കണം. സാധാരണ ഫിഷ് എങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നു അതുപോലെ തന്നെ ഇതിനെ ഫ്രൈ ആക്കി എടുക്കാം. ഞാനിത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഈ ഫിഷ് കറിക്കാണെങ്കിലും ഫിഷ് ഫ്രൈ ഉണ്ടാക്കാനാണെങ്കിലും കോക്കനട്ട് ഓയിലാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് സാധാരണ ഫ്രൈ ഉണ്ടാക്കുന്ന പോലെ ഫ്രൈ ആക്കി എടുത്തിട്ട് കാണിക്കാം. ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാം. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. എന്നിട്ട് ഇതിലേക്ക് ഹോൾ സ്പൈസസ് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ സിനമൺ സ്റ്റിക്സും ക്ലോവ്സും മാത്രം യൂസ് ചെയ്യുന്നുള്ളത്. ഇത് വേറെ ഗരം മസാല ഹോൾ സ്പൈസസ് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ഒരു 30 സെക്കൻഡ് ഇതിനെ വഴറ്റിയെടുക്കാം. എന്നിട്ട് ഒരു 2 വലിയ ഉള്ളി ശരിക്കും ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. നല്ല വലിയ ഉള്ളി ആയതുകൊണ്ട് 2 എണ്ണം മതി, ഇല്ലെങ്കിൽ ഒരു 3 എണ്ണമെങ്കിലും വേണ്ടി വരും. ഇനി ഇത് ഒരു ബ്രൗണിഷ് ആവുന്ന വരെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു 2 പച്ചമുളകും കീറിയിട്ട് ഇടാം. എന്നിട്ട് ഫ്രൈ ആക്കി എടുക്കാം. പച്ചമുളക് നല്ല എരിവുണ്ടെങ്കിൽ 1 എണ്ണം മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഇത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നിച്ചിട്ട് അരച്ചിട്ട് വെച്ചതുകൊണ്ട് ഇതിൻ്റെ കളറ് പച്ച കളറായിട്ടുള്ളത്. ഇത് നല്ലോണം വഴറ്റിയെടുത്ത ശേഷം 2 വലിയ തക്കാളി ഇതിലേക്ക് ഇടാം. എന്നും പറയുന്ന പോലെ
നല്ല പഴുത്ത തക്കാളി ആയിരിക്കും യൂസ് ചെയ്യുന്നത് നല്ലത്. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും ഇത്. അപ്പോൾ 2 വലിയ തക്കാളി ശരിക്കും ചോപ്പ് ചെയ്തിട്ട് ഇതിന് യൂസ് ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഒന്ന് വേവാൻ വെക്കാം. അത് വേവുന്ന സമയത്ത് ഇപ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികളൊന്നും എടുത്ത് വെക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഫിഷ് മസാല. ഈ തക്കാളി ശരിക്കും വെന്തൊടിഞ്ഞ ശേഷമേ ഈ പൊടികൾ അതിലേക്ക് ഇടാൻ പാടുള്ളൂ. ഇപ്പോൾ തക്കാളി നല്ലോണം വെന്തൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഈ മസാലപ്പൊടി ഇതിലേക്ക് ഇടാം. മസാലപ്പൊടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം തിക്കായെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ഫിഷും കൂടി ആഡ് ചെയ്യാം. ഇതിനെ ഒരു 6-7 മിനിറ്റ് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ മസാല ഈ മീനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതിനെ മിക്സാക്കിയിട്ട് വേവിച്ചെടുക്കുന്നത്. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലും കൂടി ഇതിനെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റും കൂടി മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമ്മളെ ഫിഷ് മസാല ഓൾമോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ കൊറിയാണ്ടർ ലീഫ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മളെ ഫിഷ് മസാല റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. നെയ്ച്ചോറിൻ്റെ കൂടെ ആയെങ്കിലും ചപ്പാത്തിയും ദോശ എന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആദ്യം തന്നെ നിങ്ങളെ കയ്യിൽ കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്.